ഇത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നൊരു ആക്സിഡന്റ് ആണ്. സൈക്കിളിൽ പോയ ആൾ ഹാൻഡ് സിഗ്നൽ കൊടുത്ത് റോഡ് ക്രോസ് ചെയ്യാൻ നോക്കുകയാണ്. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് പുള്ളി നോക്കുന്നില്ല. ബൈക്കറോടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്പീഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വിചാരിച്ച പോലെ വണ്ടിയുടെ സ്പീഡ് കുറയുന്നില്ല. അവസാനം സൈക്കിളിൽ പോയ ആളെ ചെറുതായിട്ട് തട്ടിയിട്ട് വണ്ടി നിൽക്കുന്നു. സോ റോഡിൽ ഇതുപോലെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, റോഡിലെ തിരക്കിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സ്പീഡിൽ മാത്രം വണ്ടി ഓടിക്കുക. 2, വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെപ്പോഴും റോഡ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം. റോഡിന്റെ ഏതെങ്കിലും സൈഡിൽ നിന്ന് ആളുകളോ മൃഗങ്ങളോ എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെയ്തേക്കാം എന്നൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇവിടെ സൈക്കിളിൽ പോകുന്ന ആൾ നേരത്തെ തന്നെ ഹാൻഡ് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഒന്നും നോക്കാതെ അയാൾ റോഡ് ക്രോസ് ചെയ്യുന്നുള്ള കാര്യം ആന്റിസിപ്പേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ആക്സിഡന്റ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ മൂന്നാമത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് തന്നെയാണ് പലരും തെറ്റായിട്ട് ചെയ്യുന്നത്. ചെറിയ തിരക്കുള്ള വില്ലേജ് റോഡ്, സിറ്റീസിലൊക്കെ ഓടിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ 2 പേരിൽ ഫ്രണ്ട് ബ്രേക്സിൽ ഉണ്ടായിരിക്കണം. അതായത് ഒരു പൊട്ടൻഷ്യൽ ഹസാർഡ് നമ്മുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുള്ള പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിലെല്ലാം 2 പേരിൽ ആൾറെഡി ഫ്രണ്ട് ബ്രേക്സിലുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടി പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് വണ്ടി നിർത്തണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ബ്രേക്കാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഇങ്ങനെ സിറ്റുവേഷൻസിൽ ഒരിക്കലും ചാടിക്കയറി ക്ലച്ച് പിടിക്കരുത്. വണ്ടി നല്ല രീതിയിൽ സ്ലോ ആയതിനു ശേഷം ഓഫ് ആവാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ക്ലച്ച് പിടിച്ചാൽ മതി. ഈ വീഡിയോയിൽ അതുകൊണ്ടായിരിക്കണം ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടിയുടെ സ്പീഡ് കുറയാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുമ്പ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ബ്രേക്കിംഗ് മാത്രം ചെയ്യുക. അതുപോലെ പാട്ട് കേട്ടുകൊണ്ട് ബൈക്ക് ഓടിക്കുന്നത് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മുടെ റൈഡിംഗ് സ്റ്റൈലിനെ അത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.